ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇക്ക ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് കാപ്പിയുടെയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത പരിപാടി ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പാവിയിലായിരുന്ന നമ്മുടെ പയർ അത് നല്ലോണം കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിരിച്ചടാനുള്ള പരിവൊക്കെ ആയി. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടിവളമായിട്ട് കുറച്ച് കരിയില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് കരിയിലേക്ക് വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ മുറ്റത്ത് കിടക്കുന്നതും കൂടെ ഒന്ന് തൂത്ത് വാരി അതും കൂടെ ഒന്ന് എടുക്കാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മണ്ടേ നടന്നാണ് വിചാരിക്കുന്നത്. ഈ പറഞ്ഞ കണക്ക് നമ്മുടെ താഴെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ പയറൊക്കെ നല്ലതായിട്ട് കായ്ച്ച് വരുള്ളൂ. അപ്പം മണ്ണും പിന്നെ ചാണകപ്പൊടി തുടങ്ങിയതെല്ലാം ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ഫാമിൽ തന്നെ പോയി ചാണകപ്പൊടിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇനി മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നടാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മണ്ടയിലും കുറേ കരിയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തൂത്തുവാരി ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ചാക്കെടുത്തിട്ട് ഞാൻ അതിനകത്ത് അടിവളം ആയിട്ട് കരിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇക്ക പിന്നെ മണ്ണ് നിറയ്ക്കുന്നുണ്ട്. ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യത്തെ ചാക്കി നീ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ചിട്ടു. പിന്നെ ബാക്കി എല്ലാം ഇക്കയുടെ പണിയായിരുന്നു. പിന്നെ ചാക്കിലെല്ലാം കരിയില വാരി ഞാൻ പരുവത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കയുടെ ഉമ്മായും പിന്നെ ഇക്കയുടെ ചേട്ടൻ്റെ മോനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് നേരമൊക്കെ നമ്മളെ കൂടെയൊക്കെ നിന്നിട്ട് പിന്നെ മാമി അങ്ങ് വീട്ടിലോട്ട് കയറിപ്പോയി. മാമിയുടെ വീട് തൊട്ട് മേലാണ് കേട്ടോ. മാമി അവിടെ പോവാമെന്ന് പറഞ്ഞങ്ങ് പോയി. പിന്നെ മോൻ കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചാക്കിൽ മണ്ണെല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയറെല്ലാം കൂടെ ഒന്ന് പുഴുതെടുക്കാം. ഇത് ചുമ്മാ നമ്മൾ പയർ ഒരുപാട് കുഴിച്ചിടത്തില്ലല്ലോ, മണ്ടേ ജസ്റ്റ് ഒന്ന് വെക്കത്തില്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഹൈറ്റ് വെച്ചപ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞ് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും പിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പിരിച്ചിടുന്നത്. ചിലതൊന്നും നല്ലപോലെ വന്നിട്ടില്ല. ഈ പാൽ കവറിലും മാഗിയുടെ കവറിലൊക്കെയാണ് ഞാൻ ഓരോ വിത്തിട്ട് വെച്ചത് കേട്ടോ. പക്ഷേ അതിനേക്കാളും നല്ല ഭംഗിയായിട്ട് നമ്മൾ തറയിൽ ഇങ്ങനെ മണ്ണ് വിതറിയിട്ട് അതിൽ നട്ടത് കിളിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാ കൊള്ളാവുന്നതൊക്കെ നോക്കി ഇങ്ങനെ പിഴുത് എടുക്കുവാണ് കേട്ടോ. മുകളിലാകുമ്പോൾ നമുക്ക് പന്നീനെ പേടിക്കണ്ട. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൂട്ടത്തോടെ കുറേ പേരിങ്ങ് വരും കേട്ടോ. നമ്മുടെ കുരങ്ങ് വന്നാൽ പിന്നെ പയറൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റൊരെണ്ണം പോലും കിട്ടത്തില്ല. അത് ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നടാം. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ രണ്ടും കൂടെ വീടി പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പയറാണ് പിഴുതെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് പിരിച്ചിടാൻ പരുവായത് മാത്രം പിഴുതെടുത്തിട്ടുണ്ട്. മൊത്തം 13 ചാക്ക് ഉണ്ടായിരുന്നു. അതിൽ 12 ചാക്ക് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പന്തലൊക്കെ ഇടുമ്പോൾ നല്ല സൗകര്യമാവുമല്ലോ. പിന്നെ ഒരു ചാക്ക് എൻ്റെ ഇക്കടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാക്കിൽ കുറേ കരിയിലയും മണ്ണ് നല്ലതായിട്ട് സെറ്റാക്കി ഒരു 3-4 തൈ അതിൽ നട്ടിട്ടുണ്ട്. അത് എൻ്റെതാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.